ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കസിൻ ബ്രദറിൻ്റെ വീട്ടിലാട്ടോ. ഞാൻ മാത്രമല്ല, ചേച്ചിയും ചേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ അമ്മായിയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മായിനെയൊക്കെ കാണാനായിട്ടും കൂടിയാട്ടോ ഞങ്ങൾ വന്നത്. ഞാൻ ഒരൊറ്റതൊന്ന് വീഡിയോ എടുക്കുമ്പോഴേക്കും പലരും മുഖം മാറ്റിക്കളയാട്ടോ. ആർക്കും വീഡിയോയുടെ ഫ്രണ്ടിൽ വരാനായിട്ട് ഒരു താല്പര്യമില്ല. എല്ലാവരും എന്തോ ഭയങ്കര നാണമാണ്. കൂട്ടത്തിൽ ഏറ്റവും വലിയ നാണക്കാരിയാണ് ഇവള്, അയന മോള്, ചേട്ടൻ്റെ മോളാട്ടോ. അവളെൻ്റെ ഫോൺ കാണുമ്പോഴേ ഒരറ്റത്തോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് ഇവളെ തന്നെ കൈയോടി പിടികൂടാം എന്ന് കരുതി ഞാൻ അവളുടെ പുറകെ ഫോണും കൊണ്ട് പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ ഒരറ്റത്ത് പിള്ളേരുടെ സെറ്റിൻ്റെ ഭയങ്കര ബഹളാട്ടോ. അവിടെ മൈക്ക് സെറ്റും പാട്ട് സ്പീക്കറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിള്ളേർ അതിൻ്റെ കൂടെ ഒന്ന് ഡാൻസും പാട്ടും കളിയൊക്കെ ആയിരുന്നു. ഇവർ 4-5 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ, 5-8 വണ്ടികളും ഉണ്ടായിരുന്നു. അത്രയും ആയപ്പോഴേക്കും അത്രയും വലിയ വീടിനുള്ളിൽ സ്ഥലം തികയാതെ പോയെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി ഗൈസ്. അതിനിടയ്ക്ക് വഴക്ക് ബഹളം, എൻ്റെ വണ്ടി അവനെടുത്തു, നിൻ്റെ വണ്ടി ഇവനെടുത്തു, അങ്ങനെ വഴക്കും ബഹളം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചേക്കാം. അങ്ങനെ ഞങ്ങളുടെ സ്ത്രീകളുടെ സെറ്റെല്ലാം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. ഞങ്ങൾ വരുന്ന പ്രമാണിച്ച് ഇവർ ഒരുപാട് ഐറ്റംസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറ്, എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുട്ടികളെ ഒന്നും ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിച്ചേക്കാം എന്ന് കരുതി അങ്ങനെ ദേ ചോറ് വേണ്ടവർക്ക് ചോറ്, ഫിഷ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, പപ്പടം, തൈര്, പിന്നെ പൊറോട്ട, എന്ത് വേണം എല്ലാ ഐറ്റംസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ച ശേഷം പിള്ളേർക്കും ഫുഡ് കൊടുത്തു കേട്ടോ. എന്നിട്ടും പുരുഷന്മാരുടെ സഭ ഫുഡ് കഴിക്കാനായിട്ട് എത്തിയില്ലായിരുന്നു കേട്ടോ. അവരടുത്ത ദിവസത്തെ പരിപാടിക്കുള്ള ഡാൻസ് ഞങ്ങളെ പ്രാക്ടീസ് ചെയ്ത് കാണിക്കാറുണ്ട്. അപ്പം ഞങ്ങളെ പഠിപ്പിച്ചു തരുവാണ് അവരൊപ്പനയാണോ തിരുവാതിരയാണോ പഠിപ്പിക്കുന്നതെന്ന് ശരിക്കും ഞങ്ങൾക്ക് പോലും മനസ്സിലായില്ല കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു വലിയ സത്യം മനസ്സിലായത് ഗൈസ്. ഞങ്ങളുടെ നൃത്ത ചുവടുകൾക്ക് മുന്നിൽ അവരുടെ നൃത്ത ചുവടുകൾക്ക് മുന്നിൽ ഞങ്ങളുടെ നൃത്തം ഒന്നുമല്ലാതായി എന്ന് എനിക്ക് ആ ഒരു നിമിഷത്തിൽ മനസ്സിലായി ഗൈസ്. അത് കഴിഞ്ഞ് അങ്ങനെ കുറേ നേരം അങ്ങനെ പോയിട്ടോ. ഞങ്ങളൊരു 7:30 ആയപ്പോൾ ഇവിടെ വന്നതാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. 4 മണിക്കൂറോളം ഇരുന്നിട്ടും ഞങ്ങളുടെ വിശേഷം പറച്ചിലൊന്നും തീർന്നില്ല കേട്ടോ. അതിനുശേഷം അവർ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. എന്നിട്ടും അതിനിടയ്ക്ക് അവർ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ മാക്സിമം പരിപാടി അങ്ങോട്ട് പരിപോഷിപ്പിക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലുള്ള ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എല്ലാവരും ചേർന്ന് ഫുഡ് കഴിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എന്തോ വല്ലപ്പോഴും കിട്ടുന്ന ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ നിമിഷങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ടായിരിക്കുമല്ലേ. ഇതാട്ടോ എൻ്റെ കസിൻ്റെ പേര് പ്രബിൻ എന്നാണ്. പുള്ളി അറിയപ്പെടാതെ പോയൊരു ഗായകനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പുള്ളി വാഴ എന്ന ഫിലിമിലെ ഏ ബനാനെ ഒരു കൈ തരാമോ എന്ന പാട്ട് ആലപിച്ച് ഈ സമയം കൂടുതൽ വർണ്ണശബളമാക്കി തന്നു കേട്ടോ. അപ്പം എല്ലാം കൂടി ആയപ്പോഴേക്കും ഞങ്ങളുടെ ഓവറോൾ പരിപാടി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിള്ളേരും എല്ലാവരും ഒക്കെ ചേർന്ന് ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമായിട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 12 മണി ആയപ്പോഴേക്കും തിരിച്ചു പോയിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.